ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് 9th സോഷ്യൽ സയൻസിന്റെ 2 ചാപ്റ്റർ നമ്മൾ നല്ല സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഉത്തര പർവ്വത മേഖല നമ്മൾ പഠിച്ചു, ഉത്തര മഹാസമതലം പഠിച്ചു. നെക്സ്റ്റ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഉപദ്വീപീയ പീഠഭൂമി. ഈ ചാപ്റ്ററിലും ഇതേപോലെ തന്നെ കുറേ നമ്മൾ ഇതുവരെയും പഠിക്കാത്ത, അതായത് 10th സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവർ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ, നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ എന്തുണ്ട്? ആരവല്ലി പർവ്വതം, വിന്ധ്യാസത്പുര പർവ്വതം, അതിൻ്റെ നടക്കുന്നുണ്ട്. നർമ്മദ താപ്തി നദികളുണ്ട്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, കൈമൂർ കുന്നുകൾ, മൈക്കലാ നിരകൾ, ഇങ്ങനെ ഇത്രയും കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വാരകളും നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഈ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, അപ്പൊ ത്രികോണ സമാനമാണ്, ശരാശരി 600 മുതൽ 900 മീറ്റർ വരെ ഉയരം. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതിനാലാണ് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്നതിന് പേര് വരാൻ കാരണം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്കറിയണം എന്താണ് പീഠഭൂമി. പർവ്വതം എന്താണ്, കുന്ന് എന്താണ്, നദി എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും, ഓക്കെ, ഇവിടെയൊക്കെ എന്തായിരിക്കും? ഹൈറ്റ് കുറവായിരിക്കും. ഓക്കെ, ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമി. നമ്മൾ ഏകദേശം നമുക്ക് സ്റ്റൂള് പറയത്തില്ലേ? സ്റ്റൂള് എങ്ങനെയാണ് നമുക്കറിയാം. ചുറ്റുപാട് മുകളിൽ വിശാലമായ ഭൂപ്രദേശങ്ങളും ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് നമ്മുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഠഭൂമികളെ പൊതുവെ നമ്മൾ സാധാരണ പീഠഭൂമികൾ എന്ന് മാത്രമേ പഠിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 തരംതിരിച്ചിരിക്കുന്നു. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. നെക്സ്റ്റ് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ. പിന്നെ പറയുന്നത്? വൻകര പീഠഭൂമികൾ. ഇനി നമുക്ക് പഠിക്കാം. അപ്പൊ പീഠഭൂമികളെ 3 ഒന്ന് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടത്, പിന്നെ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, പിന്നെ വൻകര പീഠഭൂമികൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് മലകളുടെ ഒക്കെ പേര് പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ PDF വെച്ചിട്ട്, അതായത് ഞാൻ എപ്പോഴും പറയാൻ മറന്നുപോകും, നമ്മൾ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ ഇതിന്റെ PDF, അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലിടാം. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഫിഗർ നന്നായിട്ട് അടിപൊളിയായിട്ട് ഈ ഫിഗർ ഒന്ന് വായിച്ച് ആ ഫിഗേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ മനസ്സിൽ ആ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ജോഗ്രഫിയുടെ അത്യാവശ്യം മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെയാണ് ആരവല്ലി പർവ്വതമുണ്ട്, വിന്ധ്യാസത്പുരയുണ്ട്, മഹാദിയോ കുന്നുകൾ, രാജ്മഹൽ കുന്നുകൾ, അതേപോലെ കണ്ടോ ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, പൂർവ്വഘട്ടമുണ്ട്. ഇവിടെ ഈ നല്ല മല, പാൽക്കൊണ്ടമല, ജവാഡി, ദോഡാബേട്ട, ഇവിടെ ആനമുടിയുണ്ട്, അതേപോലെ ഇവിടെ മഹേന്ദ്രഗിരി കുന്നുകളുണ്ട്. ഇതൊക്കെ എവിടെയൊക്കെയാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ എപ്പോഴും വേണം. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി. കണ്ടോ, പടിഞ്ഞാറ് പശ്ചിമഘട്ടമുണ്ട്, ഇവിടെ എന്തുണ്ട്? പൂർവ്വഘട്ടമുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ നമുക്കറിയാം ഉത്തരമഹാസമുദ്രം ഇവിടെയുണ്ട്. ഉത്തരമഹാസമുദ്രം തെക്കായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 തിരിക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? എന്തിന്റെ ബേസിലായിരുന്നു നമ്മൾ നേരത്തെ തിരിച്ചത്? 3 തിരിച്ചിട്ടുണ്ടായിരുന്നു. പീഠഭൂമികളെ പൊതുവായിട്ട് അവയുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയുന്നത്? ഇന്ത്യയിലെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്നതിനെ വീണ്ടും 2 തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും. ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തടം. അപ്പൊ ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലുള്ള സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല
ഇതാണ് നമ്മുടെ വിന്ധ്യ സത്പുര പർവ്വതം എന്ന് പറയുന്നത്. കണ്ടോ, ഈ വിന്ധ്യ സത്പുര പർവ്വതത്തിനും അതേപോലെ എന്താണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അതിരായിട്ടുള്ള ഈ ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്, ഡെക്കാൻ പീഠഭൂമി. ഇതുമാണ് നമ്മൾ ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, എന്താണ് വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്ക് അതേപോലെ തന്നെ എന്താണ് മൈക്കില നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഏതൊക്കെയാണ്? മൈക്കില കുന്നുകള്, മഹാദിയോ, ഇതൊക്കെ വടക്കേ അതിരായിട്ട് പശ്ചിമഘട്ടമുണ്ട്, ഇവിടെ പൂർവ്വഘട്ടമുണ്ട്, ഇവിടെ വിന്ധ്യ സത്പുരയുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ 4 അതിരുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? തെക്ക്. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ഓക്കെ, ഇനി എന്താണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ എന്തൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് എന്ത് ചെയ്യുന്നത്? രൂപം നൽകുന്നത്. അതേപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം എന്താണ്? ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമായതുകൊണ്ടും ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ്. അപ്പൊ ചോദിക്കാൻ, ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ കാണപ്പെടുന്ന ശില ഏതെന്ന് ചോദിക്കാം. ഏതാണ്? ബസാൾട്ട് ആണ് ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ പൊതുവായി കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. ഏതാണ് ആ മണ്ണ്? നമുക്കറിയാം, റിഗർ മണ്ണ് അല്ലെ. റിഗർ മണ്ണ് അഥവാ പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം, റിഗർ മണ്ണ് ഏത് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടുള്ളതാണ്? ബസാൾട്ട് ശിലകൾക്ക്. ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബസാൾട്ട് ആണ്. ഓക്കെ, ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലെ കാർഷിക വിളകൾക്ക് സംരക്ഷണമാകുന്നുണ്ട്. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണെന്നും പേരുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകളാകുന്ന പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ ഇതാണ് ഭൂപടത്തിൽ നിന്നാണ്. കണ്ടില്ലേ നമ്മൾ? ഏതാണ് നമ്മുടെ ഇതേ കണ്ടോ, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കാണുന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താന്നുള്ളത്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സഹ്യപർവ്വത നിര നമ്മൾ എന്താണ് പറയുന്നത്? കേരളത്തിൽ അതിന് സഹ്യപർവ്വതം എന്നല്ലേ പറയുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് എന്താണ്? പശ്ചിമഘട്ടം എന്ന് പറയുന്നു. വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം എവിടെ മുതലാണ്? കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ ആണ്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ എന്താണ്? പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എന്ത് പറയുന്നത്? ആനമുടി. ആനമുടിയാണ് ഉപദ്വീപീയ 2695 മീറ്റർ ആണ് എന്തിൻ്റെത്? ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, ഇതാണ് ഈ പറയുന്ന ആനമുടി എന്ന് പറയുന്നത്. ഏകദേശം 2695 മീറ്റർ ഉയരത്തിലുള്ള ആനമുടിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് PYQ ആണിത് അല്ലെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടകം, തമിഴ്നാട് എന്നീ ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ കേരളത്തിൽ അതിന്റെ പൊതുവെയുള്ള പേരെന്താണ്? ഏലമല, ആനമല എന്നൊക്കെ പറയും. തമിഴ്നാട്, കർണാടകത്തിൽ എന്താണ് അതിനെ അറിയപ്പെടുന്നത്? നീലഗിരി എന്നും മഹാരാഷ്ട്രയിലാണ് അതിനെ സഹ്യാദ്രി എന്നും പറയുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെടുന്ന ദോഡാബേട്ട എവിടെയാണ്? തമിഴ്നാട്ടിലാണ്, നീലഗിരിയിലാണ്. 2637 മീറ്റർ ആണ്. ഇത് എന്താണ്? ഈ ഒരു നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിൽ ജാവടി കുന്നുകൾ, അതേപോലെ എന്താണ്? പാൽക്കൊണ്ടമല, നല്ല മല, മഹേന്ദ്രമല, മഹേന്ദ്രഗിരി, ഇതെല്ലാം ഞാൻ ആ ഫിഗറിൽ കാണിച്ചു തന്നിരുന്നു. എവിടെയാണ്? ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, ഇവിടെ പൂർവ്വഘട്ടമുണ്ട്, ഇവിടെ ഇങ്ങനെ വരുന്നതാണ് ഈ പറയുന്ന ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ല മല, മഹേന്ദ്രഗിരി എന്നൊക്കെ പറയുന്നത്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് എന്ത്? പൂർവ്വഘട്ടം. അപ്പൊ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും നമ്മളൊരു ക്ലാസിഫിക്കേഷൻ എന്താണ്? പശ്ചിമഘട്ടത്തിനാണ് ഉയരം കൂടുതൽ, പൂർവ്വഘട്ടത്തിന് എന്താണ്? ഉയരം കുറവാണ്. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടം നമ്മൾ പറഞ്ഞു 1600 കിലോമീറ്ററോളം, ഏകദേശം ഗുജറാത്ത് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ? തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പശ്ചിമഘട്ടമുണ്ട്. ഈ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒഡീഷയിലെ മഹാനദീതടം വരെ എന്തുണ്ട്? പൂർവ്വഘട്ടമുണ്ട്. അപ്പൊ ഇത് തമ്മിൽ കൂടുന്നൊരു സ്ഥലം ഉണ്ടാകുമല്ലോ. ഈ കൂടിച്ചേരുന്ന സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? നീലഗിരി. എന്താണ്? പശ്ചിമഘട്ട
പശ്ചിമഘട്ടവും, ഫിഗർ കാണിച്ചു തരാം കണ്ടോ, ഈ പറയുന്ന ഈ തമ്മിൽ കൂട്ടിമുടുന്ന ഈ ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, നീലഗിരി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥലമാണ് നീലഗിരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് മധ്യ ഉന്നത തടം. അപ്പൊ നമ്മൾ ഡെക്കാൻ പീഠഭൂമി പറഞ്ഞു, അടുത്തതാണ് മധ്യ സത്പുര പർവ്വതനിരയ്ക്ക് വടക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഡെക്കാൻ പീഠഭൂമി ഉണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്, വിന്ധ്യ, സത്പുര, മഹാദേവ കുന്നുകൾ, മൈക്കല കുന്നുകൾ, ഇവിടെ പൂർവ്വഘട്ടം, ഇവിടെ പശ്ചിമഘട്ടം. അതിനുശേഷം ഇവിടെ ആയിട്ട് നമുക്ക് എന്തുണ്ട്, മാൾവാ പീഠഭൂമി ഉണ്ട്. അപ്പൊ എന്താണ്, സത്പുര നിര, ഇതാണ് വിന്ധ്യ സത്പുര അല്ലെ. സത്പുര നിരയ്ക്ക് വടക്ക് വശത്തുള്ള വിശാലമായ പ്രദേശമാണ് എന്താ, മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക്, അതായത് ഇവിടെയാണ് എന്താ, ആരവല്ലി പർവ്വതം വരുന്നത്. ഓക്കെ, ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾ അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി. അതായത് അവശിഷ്ട പർവ്വതമാണ് എന്തെന്ന് പറയുന്നത്, ആരവല്ലി. ആരവല്ലി അപ്പൊ എന്താണ്, ഒരു അവശിഷ്ട പർവ്വതമാണ്. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു. മൗണ്ട് അബു എവിടെയാണ്, ഏത് പർവ്വതനിരയിലാണെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്, ആരവല്ലി നിരയിലാണ്. മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്, അത് മൗണ്ട് അബു ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയും. മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, അത് മൗണ്ട് അബു ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. എന്തൊക്കെയുണ്ട്, ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ ലോഹധാതുക്കളും ഈ മേഖലയെ എന്താക്കുന്നുണ്ട്, സമ്പന്നമാക്കുന്നുണ്ട്. ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമായിരിക്കും അല്ലെ. ധാതുക്കൾ കൂടുതലുള്ളപ്പോൾ എന്തായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യവസായങ്ങളായിരിക്കും അവിടെ കൂടുതൽ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, മാൾവാ പീഠഭൂമി പറഞ്ഞു, അതേപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും പറഞ്ഞു. ഇതേ കണ്ടോ, ഇവിടെയാണ് മാൾവാ പീഠഭൂമി വരുന്നത്. ഇതിവിടെയാണ് ഛോട്ടാ നാഗ്പൂർ. എന്തൊക്കെയുണ്ട്, രാജ്മഹൽ കുന്നുകളുടെയൊക്കെ പരിസരത്തായിട്ട് വരുന്നതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അവിടെയാണ് എന്തുള്ളത്, കൂടുതലായിട്ട് ധാതു സമ്പത്ത്. നമ്മൾ പഠിക്കാറുണ്ട് ധാതു കലവറ എന്നറിയപ്പെടുന്ന ഏതാണ്, അത് ഉപദ്വീപീയ പീഠഭൂമി. ധാന്യ കലവറ ഉത്തര മഹാസമുദ്രവും, ധാതു കലവറ എവിടെയാണ്, ഉപദ്വീപീയ പീഠഭൂമിയുമാണ്. ഓക്കെ, ഇനിയാണ് നീലഗിരിയെ പറ്റി കുറച്ച് നോട്ട്സ്. കാര്യം എപ്പോഴും നമുക്കറിയാം PSCയുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ SCERT ടെക്സ്റ്റിൽ ഇങ്ങനെ ബോക്സിൽ ഇതെന്ന് പറയുന്ന പിള്ളേർക്ക് പഠിക്കാനുള്ളതല്ല, പിള്ളേർക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഉള്ള അതാണ് നമ്മളോട് എപ്പോഴും PSCക്ക് ചോദിക്കാറുള്ള കുഞ്ഞു കുഞ്ഞു ബോക്സ് ഒക്കെ നോക്കാം നമുക്ക്. തമിഴ്നാട്, കർണാടകം, കേരള എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളാണ് എന്ത്, നീലഗിരി കുന്നുകൾ എന്ന് പറയുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായി ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ, ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ്, ഊട്ടിയാണ്. ഓക്കെ, മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. അപ്പൊ ചോദിക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, നീലഗിരിയാണ്. ഇനിയാണ് നമുക്ക് കാലാവസ്ഥയാണ് പഠിക്കാനുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. എന്താണ്, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ താപനിലയിലും മഴയിലുമുള്ള ഗണ്യമായ കാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. എന്തൊക്കെയായിരിക്കാം നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ വ്യത്യാസങ്ങൾ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ സവിശേഷാകൃതി, അതേപോലെ സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതങ്ങളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി, ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ അഫക്ട് ചെയ്യുന്നുണ്ട്. പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില ഏകദേശം 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ എന്തായിരിക്കും, നമുക്കറിയാം ഉയരം കൂടുന്തോറും എന്താണ്, തണുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. തണുപ്പ് പ്രദേശമായിരിക്കുമല്ല, നമുക്ക് തണുപ്പ് കുറഞ്ഞല്ല, തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ താപനില കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് നോക്കാം, പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണം. എന്താണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ,
അതായത് ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. അപ്പൊ ദൈനിക താപാന്തരം കൂടുതലാണെങ്കിൽ എന്താണ്, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര വലുതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ദൈനിക താപാന്തരം കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ദൈനിക താപാന്തരം എന്ന് പഠിച്ചു വെക്കുക. എന്താണ്, ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. ഇനി ഇവർ ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, ഉപദ്വീപിന് പുറത്ത് പീഠഭൂമി. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട്. ഈ പറയുന്ന ഇന്ത്യയിൽ നമ്മുടെ മുകളിലായിട്ട് ഉത്തര പർവ്വത മേഖലയുണ്ട്, അത് കഴിഞ്ഞ് ഉത്തര മഹാസമതലമുണ്ട്, പിന്നെ എന്താണ്, ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്. അപ്പൊ അതിനും പുറത്ത് വേറെയും പീഠഭൂമികളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തൃത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളായ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. ഗുജറാത്തിലെ കച്ച് കത്യാവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവൊഴികെ എന്താണ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ മഴ മിതമോ വിരളമോ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ഇങ്ങനത്തെ വരുന്ന ഇന്ത്യയില് ഇവിടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവ്, അത് നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്താണ്, പടിഞ്ഞാറേ ചെരിവ് ഒഴികെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പടിഞ്ഞാറേ ചെരിവ് ഒഴികെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും, ഇപ്പുറത്തേക്ക് എന്താണ്, മഴ തീരെ കുറവായിരിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവിൽ തട്ടുയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചെരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. ഇത്തരം പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. വല്ലതും മനസ്സിലായോ? ഫിഗർ ഉൾപ്പെടെ കാണിച്ചു തരാം. നമുക്കറിയാം കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതായിരുന്നു, ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി. നോക്കിക്കേ, ഇതാണ് സംഭവം. അതായത് നമുക്കറിയാം ഇതാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ ഇവിടെ നമുക്ക് കടലുണ്ട് അല്ലെ. നമുക്കറിയാം ഇന്ത്യയുടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, ഇവിടെ എന്താണ്, അറബിക്കടലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കടലിൽ നിന്ന് ഈർപ്പവാഹികളായ കാറ്റ് ഇങ്ങോട്ടേക്ക് വരും. ഇതെന്ത് ചെയ്യും, ഉയർന്ന് എന്താണ്, മഴമേഘങ്ങളൊക്കെ രൂപപ്പെടും. എന്ത് സംഭവിക്കും, ഇവിടെ തന്നെ ഇത് മഴയായിട്ട് നന്നായിട്ട് പെയ്യും. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ കാറ്റ് ഇങ്ങനെ അടിക്കുവാണ്. ഈ കാറ്റിന് പ്രതിമുഖമായ വശത്ത് എന്തായിരിക്കും, ഈർപ്പരഹിതമായ കാറ്റായിരിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, മഴ കുറവായിരിക്കും. അത്തരം പ്രദേശങ്ങളെയാണ് എന്ത് പറയുന്ന, മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. നോക്കാം നമുക്കിനി നെക്സ്റ്റ് എന്താണ്, മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കാറുണ്ട്. വടക്കു കിഴക്കൻ മൺസൂൺ ആണ് എന്താ, മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത്. കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. ഓക്കെ. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഫിഗർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അറബിക്കടലുണ്ട്, ഇവിടെ നമ്മുടെ പശ്ചിമഘട്ടമുണ്ട്. പശ്ചിമഘട്ടത്തിന് പൊതുവെ നമ്മൾ പറഞ്ഞു ഉയരം കൂടുതലാണ്. ഇതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. ഇതാണ് നമ്മുടെ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഇത് കിഴക്കൻ തീരസമതലം. ഇതെന്താണ്, ബംഗാൾ ഉൾക്കടൽ. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി. കണ്ടോ, ഒരു പീഠം പോലെയല്ലേ കാണപ്പെടുന്നത്. കണ്ടോ, ഇതൊരു പീഠം പോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ചിത്രത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടല്ലേ ഈ ചരിവ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഈ ചരിവ് അങ്ങനെയല്ലേ, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഈ ചരിവ് വന്നിരിക്കുന്നത്. ഇതിലെ ഉയർന്ന ഭാഗമാണ് എന്ത്, പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് എന്തെന്ന് പറയുന്ന പശ്ചിമഘട്ടവും മധ്യ ഉന്നതടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ 3ആയിട്ട് തരംതിരിക്കുന്നു. എന്തൊക്കെയാണ്, ഒന്ന് കിഴക്കോട്ടൊഴുകി എവിടെ പോകും, ബംഗാൾ ഉൾക്കടലിൽ ചേരും.
പിന്നെന്താണ് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടൽ ചേരും. പിന്നെന്തിന്റെ വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. അങ്ങനെ നമ്മൾ ഉപദ്വീപിലെ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നദികളെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആദ്യം അപ്പൊ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പഠിക്കാം. ഓക്കെ, അതിനു മുമ്പ് പഠിക്കേണ്ട 3 ടോപ്പിക്കുകളാണ്. വൃഷ്ടിപ്രദേശം എന്താണ്, നീർത്തടം എന്താണ്, ജലവിഭാജകം എന്താണ്. വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശം. എവിടെ നിന്നായിരിക്കും? വെള്ളത്തിന് എപ്പോഴും ഒരു സോഴ്സ് ഉണ്ടാകുമല്ലോ. ആ മെയിൻ ആയിട്ട് എവിടെ നിന്നാണോ വെള്ളം വരുന്നത് അതിനെയാണ് നമ്മൾ വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം, ഏകദേശം അത് തന്നെയാണ് സംതിങ് അല്ലെ, വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഇനി നീർത്തടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നദി ഇങ്ങനെ വരുന്നു, ഇത് വേറൊരു പോഷക നദി വന്ന് ചേരുന്നു, അപ്പൊ ഈ ഒരു പ്രദേശം നമുക്ക് നീർത്തടം എന്ന് പറയാം. 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയെയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. വാട്ടർ ഡിവൈഡ്. കണ്ടോ, നമുക്ക് എന്താണ് ഒരു നദി ഇങ്ങനെ വരുന്നു, ഒരു നദി ഇങ്ങനെ വന്ന് ചേരുവാണ്, അപ്പൊ ഇതിന് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്നതാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറി മുറിച്ച് കിഴക്കു ദിശയിൽ ഒഴുകി കിഴക്കൻ സമതലത്തിലൂടെ എവിടെ ചെന്ന് ചേരും? ബംഗാൾ ഉൾക്കടലിൽ ചേരും. അപ്പൊ ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. അപ്പൊ ഇനി നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്ന ഈ നദികളുടെ പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ്? നമുക്ക് പറഞ്ഞു മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയും അതിന്റെ പോഷക നദികളുമാണ് എന്ത് ചെയ്യുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത് നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. അതായത് മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? റായ്പൂർ എവിടെയാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ് ഉത്ഭവം. പ്രധാന പോഷക നദികളാണ് ഇബ്, ടെല്ല്, അതേപോലെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. മഹാനദി, ഒഡീഷ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഗോദാവരി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച് അതിന്റെ പോഷക നദികളാണ് എന്തൊക്കെ? പ്രൻഹിത, ഇന്ദ്രാവതി, ശബരി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇബ്, ടെല്ല് ചോദിച്ചതാണ്. പിന്നെ ഒരു പരീക്ഷയ്ക്ക് ഭീമ, കൊയ്നയും. കൃഷ്ണ മഹാബലേശ്വരൻ അല്ലെ, കൃഷ്ണൻ ആരാണ്? മഹാബലേശ്വരനാണെന്ന് ഓർത്തു വെച്ചാൽ മതി. കൃഷ്ണ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന കൃഷ്ണയും അതിന്റെ പോഷക നദികളായ തുംഗഭദ്ര, ഭീമ, കൊയ്ന എവിടേക്കാണ്? മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. കാവേരി എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കബനി, ഭവാനി, അതേപോലെ പാമ്പാറ്, അമരാവതി ഇതെല്ലാം എന്താണ്? കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഓക്കെ, ഇനി നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. കണ്ടോ, ഇതാണ് പറയുന്നത് എന്തൊക്കെ നമ്മുടെ കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ നദികളെ. ഏതൊക്കെയാണ്? കൃഷ്ണ, മഹാനദി, ഗോദാവരി, അതേപോലെ ഇവിടെ ഇതേ കണ്ടോ മഹാനദി എന്താണ് ഉത്ഭവിച്ചത്? എവിടെയാണ് പോയി പതിക്കുന്നത്? നമുക്കറിയാം, ബംഗാൾ ഉൾക്കടലിലേക്ക് പോയി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കണ്ടോ, ഇതിങ്ങനെ ഉത്ഭവിച്ച് ഇത് പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ട് അവസാനം ബംഗാൾ ഉൾക്കടലില്. അടുത്തത് ഏതായിരുന്നു? മഹാനദി കഴിഞ്ഞാൽ കൃഷ്ണയും ഇതേപോലെ തന്നെ എന്താണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോയത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? കാവേരിയാണ്. കാവേരി എവിടെയാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കണ്ടോ, ഇവിടുത്തെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അതും ഇതേപോലെ പല പോഷക നദികളും വന്നു ചേർന്ന് അതും എവിടെ വരുന്നു? അറബിക്കടലിലേക്ക് വരുന്നു. പിന്നെയുള്ളത് ഗോദാവരിയാണ്. കണ്ട, ഗോദാവരിയും ഇതേപോലെ ഉത്ഭവിച്ച് പല നദികളായി വന്ന് അതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ വന്നു ചേരുന്നു. ഇനി എന്തിനും നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നർമ്മദയും താപ്തിയെയും പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കേ, ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. റിപ്പീറ്റഡ് PYQ ആണ്, ചോദിക്കാറുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദി ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്താണ് അത്? ഗോദാവരിയാണ്. ഇനി ഈ നദിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണയും അത് കഴിഞ്ഞാൽ എന്താണ്? കാവേരിയുമാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് കാവേരി നദീ ജലതർക്കം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് കാവേരി നദീ ജലതർക്കം എന്ന് പറഞ്ഞാൽ? കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു തർക്കമാണ് എന്ത്? കാവേരി നദീജല തർക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? 3 അല്ലെ, നമ്മുടെ കർണാടകവും തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത് കാവേരി നദീജല തർക്കം.
നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കരാർ, അതായത് 1924 ഉണ്ടായിരുന്ന കരാർ എന്തായിരുന്നു? മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് ആര്? തമിഴ്നാട് നിലപാടെടുക്കും. സ്വാഭാവികമല്ല. അതായത് 1924 ഉണ്ടായിരുന്ന ഒരു കരാറ് പ്രകാരം അതെന്തായിരുന്നു? അന്നത് കൂടുതലും മദ്രാസ് പ്രസിഡൻസിക്കായിരുന്നു അതിന്റെ ആനുകൂല്യം മുഴുവൻ. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വെള്ളം ലഭിക്കേണ്ട കർണാടകക്ക് എന്ത് സംഭവിക്കും? അവർക്കതൊരു പ്രതിഷേധത്തിനിടയാകുകയും അതാണ് ഈ കാവേരി നദീജല തർക്കം എന്ന് പറയുന്നത്. അങ്ങനെ 1990 കേന്ദ്ര സർക്കാർ ഇതിനെപ്പറ്റി പഠിക്കുന്നതിനായി ഒരു ട്രിബ്യൂണലിനെ നിയമിക്കുന്നുണ്ട്. 2007 പുറത്തു വന്ന അന്തിമ വിധിയിൽ ഒരു ധാരണയിലെത്തും. എന്താണ്? 419 TMC ജലമാണ് തമിഴ്നാടിന് അനുവദിച്ചിരിക്കുന്നത്. 270 TMC ജലം കർണാടകത്തിനും 30 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന രീതിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. ഓക്കെ, 1 TMC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ദശലക്ഷം ക്യൂബിക് അടിനെയാണ് 1 TMC എന്ന് പറയുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അത് മാത്സിൽ നമുക്ക് അളവുകൾ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് പറയുന്നത് നോക്കിക്കേ. ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നതാണ് പൊതുവെ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് എക്സെപ്ഷൻ ആണ് ആരാ? കാവേരി. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. കാരണം എന്താണ്? ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കും. അണ്ട, ഉഷ്ണകാലത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അതിന്റെ വൃഷ്ടി പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉത്ഭവസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂണും ശൈത്യകാലം ആവുമ്പോഴേക്കും അവിടെ വടക്കു പടിഞ്ഞാറൻ മൺസൂണും ലഭിക്കുന്നതാണ് ഈ കാവേരി എന്ത് ചെയ്യുന്നത്? വറ്റാതെ മാക്സിമം മറ്റു നദികളെ അപേക്ഷിച്ച് കാവേരിയിൽ വെള്ളത്തിന്റെ അളവ് കുറയാതെ വരുന്നത്. ഇനിയാണ് പഠിക്കേണ്ടത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അല്ലെ? എങ്ങനെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്താണ്? നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിൽ ഉത്ഭവിച്ച് എന്താണ്? പടിഞ്ഞാറൻ തീരസമുദ്രത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. അതായത് സാധാരണ നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന, നമുക്കറിയാം ഇത് ഇന്ത്യയാണ്. ഓക്കെ, ഇതാണ് പശ്ചിമഘട്ടം, ഇത് പൂർവ്വഘട്ടം. ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്നല്ല ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഉത്ഭവിച്ച് എന്ത് ചെയ്യും? നേരെ അറബിക്കടലിലോട്ട് പതിക്കുന്നതാണ്. നർമ്മദയും താപ്തിയും അവിടെയല്ല. അതേ നർമ്മദയും താപ്തിയുടെയും പിക്ചർ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കണ്ടോ, ഇതാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അല്ലെ? കണ്ടോ, ഈ ഒരു ഷേപ്പില് നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു ഇത് കണ്ടോ, ഇതാണ് പശ്ചിമഘട്ടം. നർമ്മദയും താപ്തിയും അവിടെയല്ല വരുന്നത്. അപ്പൊ നർമ്മദയും താപ്തിയും ഒഴിച്ച് ബാക്കി മിക്കതും എന്താണ്? നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു. എന്നാൽ നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നു. നർമ്മദ, താപ്തി നദികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. നോക്കാം, നർമ്മദയ്ക്കും താപ്തിക്കുമാണ് അപ്പൊ പ്രത്യേകത. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 2 പേരുകളാണ് നർമ്മദയും താപ്തിയും. അമർഖണ്ഡക് മധ്യപ്രദേശിലെ അമർഖണ്ഡകിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിരണും ബഞ്ചാറും. പൂർണ്ണ ഗിർണയാണ് താപ്തിയുടേത്. ഈ പൂർണ്ണ ഗിർണ ഈ കഴിഞ്ഞ LGS ലെവലിലെ ഒരു എക്സാമിന് ചോദിച്ചതാണ്. മുൾത്തായ് മധ്യപ്രദേശിലെ രണ്ടും എന്താണ്? മധ്യപ്രദേശിൽ നിന്നാണ് നർമ്മദയും താപ്തിയും ഉത്ഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് വിന്ധ്യ പർവ്വതം, ഇതെന്താണ്? സത്പുര പർവ്വതം, ഇത് നർമ്മദാ നദി, ഇത് താപ്തി നദി. ഇങ്ങനെയാണ് പോകുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് കണ്ടോ, രണ്ടിന്റെയും സ്ഥലം ഒഴുകുന്ന നദീതടം എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ നർമ്മദയുടെ പോഷക നദികളാണ് ഹിരണും ബഞ്ചാറും. അതേപോലെ തന്നെ താപ്തിയുടെ പോഷക നദികളാണ് എന്താണ്? പൂർണ്ണയും അതേപോലെ തന്നെ ഗിർണയും. ഓക്കെ, നെക്സ്റ്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്താണ് ഈ പ്രക്ഷോഭം എന്ന് നോക്കാം. നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടുകൂടിയാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർക്കുന്നുണ്ട്.
1994 മുതൽ 99 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ്. അപ്പൊ എന്തായിരുന്നു നർമ്മദാ ബച്ചാവോ ആന്തോളൻ? നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ഒരു പ്രക്ഷോഭമായിരുന്നു. ഇനിയാണ് പറയേണ്ടത് ഗംഗാ നദിയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങൾ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുനാ നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നു. ഏതൊക്കെയായിരിക്കും? നമുക്ക് ചമ്പലാണ് ഇവരോട് തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, ഏതൊക്കെയാ നോക്കിക്കേ. ഈ പറയുന്ന ചമ്പല്, അത് കണ്ട, ബെത്വ, കെന്ന്, സോൺ, ഇതൊക്കെ നമ്മൾ ഗംഗയുടെ പോഷക നദി. ഇതൊക്കെ എന്താണ്? ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് അത് എങ്ങോട്ടേക്ക് ഗംഗയിലേക്ക് ഒഴുകുന്ന നദികളാണ്. നമുക്ക് അവിടെ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതല്ല. നമുക്ക് പഠിക്കാനുള്ള മെയിൻ നദികൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു? നർമ്മദ, താപ്തി. ഇതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനിയാണ് ചമ്പൽ റവൈനുകൾ. എന്താണ് റവൈനുകൾ? ഇതൊക്കെ പുതിയ പുതിയ പേരുകളാണ്. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ചാലുകൾ ഇവിടത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. കണ്ട, റവൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്നതാണ് റവൈൻസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അപരദന പ്രക്രിയ സൃഷ്ടിക്കുന്ന ചാലുകളായിരിക്കും. ആ ചാലുകളെയാണ് എന്തെന്ന് പറയുന്നത്? റവൈൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട നദീതട പദ്ധതികളാണ് ഹിരാക്കുഡ്, മഹാനദി, ഒഡീഷ, നമ്മളിത് പഠിക്കുന്നതാണ്. തുംഗഭദ്ര നദി എവിടെയാണ്? കൃഷ്ണയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമയും കൊയ്നയും ഒക്കെ. അപ്പൊ തുംഗഭദ്ര എന്താണ്? തുംഗഭദ്ര നദിയിലാണ്, കർണാടകത്താണ് തുംഗഭദ്ര നദീതട പദ്ധതി. സർദാർ സരോവർ അണക്കെട്ട് എവിടെയാണ്? നർമ്മദാ നദിയിലാണ്, ഗുജറാത്തിലാണ്. കൃഷ്ണരാജസാഗർ കാവേരിയിലാണ്, എവിടെ? കർണാടകത്തിലാണ്. നിസാം സാഗർ എവിടെയാണ്? ഗോദാവരി, ആന്ധ്രാപ്രദേശ്. നോക്കാം. വിവിധോദ്ദേശ നദീതട പദ്ധതി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് അല്ലെ. എന്താണ് ആ പദ്ധതി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, അതേപോലെ ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയ പല പദ്ധതികളും അവിടെ ഉണ്ടാകും. അങ്ങനെ പല വിവിധ ഉദ്ദേശങ്ങളോടുകൂടി നടത്തുന്ന നദീതട പദ്ധതിയാണ് വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്. നോക്കാം. നെക്സ്റ്റ് എന്താണ്? പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം. അപ്പൊ നിങ്ങളിത് പഠിക്കുമ്പോഴേക്കും നിങ്ങൾ മാക്സിമം ഇത് എന്ത് ചെയ്യുക? ഒരു നിങ്ങളുടേതായ ഒരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് വേണം പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരമഹാസമുദ്രം, അത് കഴിഞ്ഞ് എന്താണ് ഉത്തരപർവ്വത മേഖല, ഒക്കെയായിട്ട് എന്താണ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതി വേണം പഠിക്കാനായിട്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇവ എന്താണ്? മഴയുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 70 മുതൽ 200 വരെ അല്ലേ? അതിൽ ഒന്നാമത്തതാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ, രണ്ടാമത്താണ് വരണ്ട ഇലപൊഴിയും കാടുകൾ. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്തുള്ളത്? ആർദ്ര ഇലപൊഴിയും കാടുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകൾ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ചോട്ടാനാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാല്, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. ഇനി അടുത്ത എന്താണ്? നമ്മളിപ്പോ എവിടെ മൂല പറഞ്ഞത്? ശരിക്കും ഈ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 മുതൽ 200 വരെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് പറഞ്ഞാൽ 100 മുതൽ 200 വരെയാണ്. സ്വാഭാവികമായിട്ടും വരണ്ട ഇലപൊഴിയും കാടുകൾ എവിടെ മൂലം എവിടം വരെ ആയിരിക്കും? 70 മുതൽ 100 വരെ ആയിരിക്കില്ലേ? നോക്കാം നമുക്ക്. കണ്ടോ, 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണ്. മഴ തീരെ കുറഞ്ഞ മേഖലകളോടെടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ച കാലമെത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇലപൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ സാധാരണമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ പറഞ്ഞു. ഇനി അടുത്തത് ഏതാണ്?
അതിൽ തന്നെ വരുന്നതാണ് ഉഷ്ണമേഖല മുൾക്കാടുകളുണ്ട്. എന്താണെന്ന് നോക്കാം. 75 സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? അക്വേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ്. മഹാരാഷ്ട്ര, കർണാടക, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായാൽ മതി ഇതിനൊക്കെ പറ്റി. നെക്സ്റ്റ് എന്താണ്? ദക്ഷിണ പർവ്വത വനങ്ങൾ. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിദ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിലെ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെയാണ് എന്ത് പറയുന്നത്? ചോലവനങ്ങൾ അഥവാ ഷോള ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ച് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് നോക്കാം, ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. എന്തൊക്കെയാണ് ഇവിടുത്തെ മണ്ണിനങ്ങളുള്ളത്? നമ്മൾ പറഞ്ഞു, കറുത്ത മണ്ണുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ്? ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്, പർവ്വത മണ്ണ്, ഇവയൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത് തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണുകളും. നമ്മൾ തൽസ്ഥല സംരക്ഷണം, ബഹിർസ്ഥല സംരക്ഷണം ഒക്കെ പഠിച്ചു ഓർക്കണല്ലേ? എന്താണ്? ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു. അതേപോലെ തന്നെ തനതിട മണ്ണിനം, ഇൻസിറ്റു സോയില്, മറ്റേതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ, കൊണ്ടുവരുന്നത്. ഓരോ പ്രദേശത്തുള്ള സിരകളിൽ നിന്ന് രൂപപ്പെട്ട് അതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. അതായത് ഈ ഒരു പ്രദേശത്ത് നിന്നാണ് കുറെ കല്ലുകളുണ്ട്, ആ കല്ലുകൾ പൊടിഞ്ഞ് അവിടെ തന്നെ മണ്ണായിട്ട് രൂപപ്പെടും. അതിനെയാണ് തനതിടം, ആ സ്ഥലങ്ങളിൽ തന്നെയുള്ളത്. എന്നാൽ നദികളാലോ കാറ്റുകളിലായോ നീക്കം ചെയ്യപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ. അല്ലെ, നമ്മൾ എന്താണ് എക്കൽ മണ്ണ്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടഡ് സോയിലാണ്. നമുക്കറിയാം, നദികൾ ഒഴുകി വരുമ്പോഴേക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വഹിച്ചുകൊണ്ട് വന്ന് എവിടെയെങ്കിലും സമതലങ്ങളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണല്ലോ നമ്മൾ എക്കൽ സമതലമൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിച്ചു കൊണ്ടുവന്നുള്ള മണ്ണാണ്, അതായത് ട്രാൻസ്പോർട്ടഡ് സോയിലാണ്. കറുത്ത മണ്ണ് നോക്കാം. എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ്. അവിടെ നിന്നാണ് ബസാൾട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ചെമ്മണ്ണ്, റെഡ് സോയിൽ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പല രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയമാണ്. അപ്പൊ ഇവിടെ എന്താണ്? മറ്റേ നമ്മൾ പറഞ്ഞു, കറുത്ത മണ്ണ് ബസാൾട്ട് ശിലക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ട്. ഇതെന്താണ്? മൊത്തത്തിൽ കായാന്തരിത ശിലയ്ക്ക് പറയുന്നതാണ്. കായാന്തരിത ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിടയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ എന്തിന്റെ സാന്നിധ്യം? ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് കാരണമായിട്ട് വരുന്നത്. അടുത്തതാണ് ലാറ്ററൈറ്റ് സോയിൽ. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് എന്നീ ലവണങ്ങൾ ഊർനിറങ്ങൾ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് കുന്ന് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യാസത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പർവ്വത മണ്ണ്. ദക്ഷിണേന്ത്യയിലെ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. അല്ലെ, പർവ്വതങ്ങളിലുള്ള സ്ഥലത്തായിരിക്കും പർവ്വത മണ്ണ്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തോട്ടവിളകൾ പ്രത്യേകിച്ച് എന്തിനൊക്കെയാണ്? തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയ്ക്കാണ് ഈ പർവ്വത മണ്ണ് അനുയോജ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെ പറ്റി പറയുകയാണ്. എന്തൊക്കെയായിരിക്കാം? നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, പരുത്തിയുണ്ട്, കരിമ്പ്, പുകയില എന്നീ തുടങ്ങിയവയെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കൽ കാർന്നെടുക്കപ്പെടുന്ന മേൽമണ്ണ്, ചെങ്കുത്തായ ചെരുവുകൾ, മേൽമണ്ണിന്റെ കനക്കുറവ്, അനാവൃത ശിലകൾ, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ തുടങ്ങിയ പല കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി നമുക്ക് സാധ്യമായിട്ട് വരുള്ളൂ. പശ്ചിമഘട്ട നിരകളിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം? തോട്ടവിള. നമുക്കറിയാം, മലമ്പ്രദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന തേയിലയൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെ തോട്ടവിളകൾക്കാണ് അവിടെ പ്രാധാന്യമുള്ളത്. ഇനി
കാപ്പി എവിടെയാണ്? കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. രണ്ടാം സ്ഥാനം എവിടെയാണ്? നമ്മുടെ കേരളമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന കാപ്പിയുടെ ഇനങ്ങളാണ് എന്താ? അറബിക്കയും റോബസ്റ്റയും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറബിക്ക, റോബസ്റ്റ. നെക്സ്റ്റ് എന്താണ്? തേയിലയെ പറ്റി എന്താ പഠിക്കാനുള്ളത്? പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട മലനിരകളിലുമാണ്. ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ 25%, തോട്ടവിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായ തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിലുമായി അനവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന്. ഇനി എന്താണ് പറയുന്നത്? കാപ്പിയെ പറ്റിയാണ് പറയുന്നത്. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിക്കുന്നത്. മുസ്ലിം പുരോഹിതനായ ബാബ ബുദാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിൽ എത്തിക്കുന്നത്. നമുക്കറിയാം ബാബ ബുദാൻ കുന്നുകൾ കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ എത്തിച്ച് കർണാടകത്തിലെ ചിക്കമംഗലൂരിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശമാണ് ബാബ ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെയാണ് കർണാടകത്തിലെ ചിക്കമംഗലൂരിലുള്ള മലയോര പ്രദേശമാണ് ബാബ ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് കരിമ്പ്. കരിമ്പിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രദേശമാണ്. എന്തൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ കരിമ്പിന് അനുകൂലമായ സാഹചര്യങ്ങൾ? അവിടുത്തെ ലാവാമണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സുക്രോസിന്റെ അംശം. നെക്സ്റ്റ് ആണ് പരുത്തി. ഇവിടെ പരുത്തിക്ക് മാത്രമാണ് നമ്മുടെ മഴയും തന്നിരിക്കുന്നതിൽ, പരുത്തിക്ക് മാത്രമാണ് മഴയും അതേപോലെ തന്നെ ടെമ്പറേച്ചറും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. പരുത്തി എന്ത് വിളയാണ്? ഒരു ഖാരിഫ് വിളയാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ചെയ്ത് ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാനായിട്ട് പാടില്ല. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. അപ്പൊ പരുത്തിയുടെ താപനില 21 മുതൽ 30 വരെയും 50 മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. രാജ്യത്ത് ആകെ ഉൽപാദനത്തിന്റെ 1ാം സ്ഥാനം ഗുജറാത്തിനാണ്. മഹാരാഷ്ട്രയ്ക്കാണ് 2ാം സ്ഥാനം പരുത്തിയുടെ ഉൽപാദനത്തിൽ. നെക്സ്റ്റ് ആണ് ധാതുക്കളുടെ കലവറ. നമ്മൾ പറഞ്ഞു ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാണ്? ഡെക്കാൻ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാകും. ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത്. അതേപോലെ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല എന്നറിയപ്പെടുന്നത് ഈ ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹ വസ്തുക്കളാൽ സമൃദ്ധമാണ് ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിയിലെ ഈ ധാതു മേഖലകളെ നമ്മൾ എന്തായിട്ട് പലതായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്താണ് എന്താ? വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. എന്താണ്? ഏറ്റവും വലിയ ധാതു മേഖലയാണ് ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ അവിടെയൊക്കെയാണ് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയവയ്ക്കുണ്ട്. നെക്സ്റ്റ് എന്താണ്? മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായിട്ട് എന്തൊക്കെയാണ്? മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. പിന്നെ എന്തൊക്കെയാണ്? ദക്ഷിണ മേഖല. ദക്ഷിണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങോട്ട് അറ്റത്തേക്ക് വന്നു. അപ്പൊ ഇവിടെ എന്തോരും? കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് കാണുന്ന തമിഴ്നാടിന്റെ പല ഭാഗങ്ങളുമാണ് ദക്ഷിണ മേഖല വരുന്നത്. നെക്സ്റ്റ് ആണ് തെക്ക് പടിഞ്ഞാറൻ മേഖല. എന്തായിരിക്കും? കർണാടകയും ഗോവയും ഒക്കെ ചേർന്നതാണ്. അവിടെ എന്താണുള്ളത്? ഇരുമ്പയിരും കളിമണ്ണും ഒക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ മേഖല. രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും. ഇവിടെ ഒന്ന് പഠിച്ചു വെക്കുക. ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയേക്കാൾ സമ്പന്നമാണ് എന്ത്? നമ്മുടെ വടക്കു പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. ഉണ്ടോ? ഇതാണ് ആ ഫിഗർ എന്ന് പറഞ്ഞത്. ഓരോന്നിന്റെയും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് മറ്റേ ധാതുക്കൾ ഉള്ളതെന്നും ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഇനിയാണ് അവിടുത്തെ ജനജീവിതത്തെ പറ്റിയാണ് പറയുന്നത്.
ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണുള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയുമാണ് കാരണം. ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടുകൂടിയാണ് അവിടെ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും റോഡും റെയിലും ഒക്കെ വികസിക്കുകയും ആൾക്കാരെന്ത് ചെയ്യും, താമസിക്കാനുള്ള ഒരു ഇടമൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിവിടെ പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്നുള്ളത്. ഇതിലും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ എക്കണോമിക്സിന്റെ ഫസ്റ്റ് പോർഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്